കേരള സമൂഹത്തിൽ ശാസ്ത്രചിന്തകളെ ജനകീയമാക്കുകയും സാമൂഹ്യ വിഷയങ്ങളിൽ ശാസ്ത്രീയ നിലപാടുകളെടുത്ത് പ്രസക്തമായ ചോദ്യങ്ങളിലൂടെ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന ബൃഹത്തായ ഒരു ജൈവ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച പ്രമുഖരിൽ ഒരാളാണ് ശാസ്ത്രരഥ്യയിലെ സാമൂഹ്യ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ MP പരമേശ്വരൻ. ഡോക്ടർ MP കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി സഖാവ് ശ്രീ MA ബേബിയുമായും സഖാവ് ഡോക്ടർ തോമസ് ഐസക്കുമായും നടത്തിയ അഭിമുഖങ്ങളാണ് ഈ വീഡിയോ. അഭിമുഖങ്ങളുടെ മുഴുവൻ ഭാഗങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ പരിമിതി ഉള്ളതുകൊണ്ട് അഭിമുഖങ്ങൾ അവയുടെ പൂർണ്ണ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ സംരംഭവുമായി സ്നേഹപൂർവ്വം സഹകരിച്ച സഖാവ് ശ്രീ ബേബിയോടും സഖാവ് ഡോക്ടർ തോമസ് ഐസക്കിനോടും ഞങ്ങൾക്കുള്ള അളവറ്റ കൃതജ്ഞത ഇവിടെ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. നന്ദി. ഡോക്ടർ MP പരമേശ്വരനെ ഒരു എഴുത്തുകാരനെന്നും അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ഒരു മാർപ്പാപ്പ എന്നുമൊക്കെയുള്ള നിലയിലാണ് എന്നെപ്പോലെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുന്നവരുടെ കാഴ്ചയിൽ ദൃഷ്ടിപഥത്തിൽ വന്നിട്ടുള്ളത്. അപ്പം MP-യുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ വലിയ അറിവൊന്നുമില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പോലും പലപ്പോഴും ക്ലാസ് എടുക്കാനൊക്കെ SFI പ്രവർത്തകർ ക്ലാസ് എടുക്കാനൊക്കെ നിയോഗിക്കപ്പെടുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പഠിപ്പിക്കുന്നതിന് അന്ന് ഞങ്ങൾ മുഖ്യമായിട്ടും ആശ്രയിച്ചിരുന്നത് MP-യുടെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, കാരമുള്ളിൻ്റെ കൂർപ്പാണോ മറ്റൊന്ന് ചുവപ്പാണോ എന്ന് പറഞ്ഞിട്ട് ഈ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യലിലെ അശാസ്ത്രീയത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് MP ഉപയോഗിച്ചിട്ടുള്ള ചില ശൈലികളുണ്ട്. അതൊക്കെ വളരെയധികം കൗതുകവും ശ്രദ്ധയും താല്പര്യവും ഉണർത്തി MP-യുടെ ശൈലിയോട്. അപ്പോൾ MP സംസാരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്, എഴുത്തുപോലെ തന്നെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അകലെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാശൈലിയുടെ സവിശേഷതയിലൂടെയും ആ പുസ്തകത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ അത് വളരെ ഓർമ്മയിൽ തറയ്ക്കുന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിലെല്ലാം വളരെയധികം ഒരു തരത്തിലുള്ള ബൗദ്ധികമായ ഒരു തരം ആരാധന ആണ് MP-യുടെ ഈ രീതികളെക്കുറിച്ച്, ശൈലിയെക്കുറിച്ചൊക്കെ ആദ്യം ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ജോൺ പോൾ മാർപ്പാപ്പ കേരളം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഈ യുക്തിവാദവും കൂടി തലയ്ക്ക് പിടിച്ച് നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രിസ്തു സഭയുടെ ചരിത്രത്തിൽ സഭയുടെ പേരിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതണം എന്ന് തോന്നിയിട്ട് ബ്രൂണോയെ ചുട്ടുകൊന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ട് അന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ കുറേ വിവരങ്ങൾ വെച്ചിട്ട് ദേശാഭിമാനി പത്രത്തിൽ 3-4 ലേഖനങ്ങൾ ഞാൻ എഴുതി. എത്ര എണ്ണം എഴുതിയെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് വരുമ്പം MP ഇതെല്ലാം പത്രത്തിൽ നിന്ന് മുറിച്ചെടുത്ത് തുന്നിക്കെട്ടി എനിക്ക് കൊണ്ട് തരികയാണ്. ഇത് പുസ്തകമായിട്ട് ഇറക്കണം, അപ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിശയിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ അച്ചടിച്ച് ലഘുലേഖയോ, പുസ്തകം എന്ന് പറഞ്ഞാൽ ലഘുലേഖയാക്കി ഇറക്കാനുള്ള മാറ്ററേ ഉള്ളൂ. അതിന് യോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെ അബദ്ധത്തിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് MP-യുടെ ഒരു പുസ്തക പ്രകാശന സംരംഭത്തെ പരാജയപ്പെടുത്തിയതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് MP-യുമായിട്ടുള്ള ഒരു പ്രായോഗികമായ ആദ്യത്തെ ബന്ധം. അത് വളരെ നന്നായി. ഇപ്പോൾ അത് എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. MP എനിക്ക് കുത്തിക്കെട്ടിക്കൊണ്ട് തന്നതാണ് അത് അച്ചടിക്കാൻ വേണ്ടി. ഞാനപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചെന്തെങ്കിലും എഴുതിയാൽ നല്ലതല്ലേ. അതിനുള്ള ഒരു ത്രാണി എനിക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഞാനതിലേക്ക് പ്രവേശിച്ചില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് MP ചെയ്തത് MP-യുടെ ഭാഗത്ത് നിന്ന് വളരെ ശരിയാണ്.
വലിയ അറിവൊന്നുമില്ലെങ്കിലും ഒരു പയ്യൻ എന്തൊക്കെ എഴുതി, അപ്പോൾ ഇയാളെ എഴുത്തിൻ്റെ വഴിയിലൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ കൊള്ളാം ഒരു തീരുമാനം. ഐസക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തോമസ് ഐസക്കിന് ഈ എഴുതാനും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുമുള്ള താല്പര്യം ഉണ്ടാക്കിയത് 2 പേരാണ്. ഒന്ന് PG, മറ്റൊന്ന് MB പെരുമാഷൻ. MBയും PGയും കൂടെ, ക്ഷമിക്കണം, MBയും ഐസക്കും കൂടെ അർത്ഥശാസ്ത്രത്തിൻ്റെ ഹെറിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കി. പിന്നീട് ഐസക്ക് തന്നെ MBയുടെ പെർമിഷനോട് കൂടിയിട്ട് അത് വീണ്ടും തിരുത്തി എഴുതി പുള്ളിയുടെ ഒരു പുതിയ പതിപ്പായിട്ട് ഇറക്കുകയുണ്ടായി. അതിനകത്ത് ഐസക്ക് MBയുമായിട്ട് ചേർന്നാണ് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇറക്കിയതെന്നുള്ള ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബന്ധമാണ്. അതിനുശേഷം ഞങ്ങൾ SFIയുടെ ഭാഗമായി എവിടെ പഠന ക്ലാസ്സുകൾ നടത്തുമ്പോഴും MBA ലഭ്യമാവും എന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ MBയെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. MBയുടെ സംഭാവനകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഒന്ന് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം. അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അന്ന് തന്നെ അദ്ദേഹം തിരിച്ചറിയുകയും അത് തിരുത്തപ്പെടേണ്ട ഒരു വലിയ വ്യതിയാനമാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ MB എല്ലാം നടത്തിയ, അതിനു മുമ്പ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, പിന്നെ ഒരു പരിധിവരെ MN വിജയൻ അത്തരത്തിലുള്ള ഏർപ്പാട് നടത്തി. ഇവർ രണ്ടും പിന്നെ പരസ്പരം സംശയിക്കുന്ന ഒരു കാലഘട്ടം പിന്നീട് ഉണ്ടായെന്നുള്ളത് കൗതുകകരമാണ്. അതിനു മുമ്പ് സ്വദേശാഭിമാനി 1912 കാറൽ മാർക്സിൻ്റെ ലഘുജീവചരിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇവരെല്ലാം ബൗദ്ധികമായി കേരളത്തെ പുതുക്കി വാർക്കുന്നതിൽ, ശാസ്ത്രബോധത്തിൻ്റെ യുക്തിചിന്തയുടെ പാതയിലൂടെ കേരളീയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നൽകിയിട്ടുള്ള സംഭാവന അമൂല്യമാണ്. അതിൽ MBയുടെ സംഭാവനയുടെ വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞാൽ, തൻ്റേതായ ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, പഠന ക്ലാസ്സുകൾ ഇതുമാത്രം പോരാ. തന്നെപ്പോലെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ശാസ്ത്രരംഗത്ത് യുക്തിബോധത്തിൻ്റെ പ്രചാരകരായി സമൂഹത്തിൽ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടി വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം അതിന് രൂപം കൊടുത്തു. അതിൻ്റെ പ്രവർത്തനത്തിൽ, അതിൻ്റെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ മാറി മാറി ആളുകൾ വരണം. അതിൽ ഔപചാരികമായ ഒരു പദവിയും സ്ഥാനവും ഇല്ലെങ്കിൽ പോലും MBക്കുണ്ടായിരുന്ന ഒരു നേതൃത്വപരമായ ഹെജുമണി എന്ന് പറയാം, അധിനായകത്വം എന്ന് പറയാം. അപ്പം നായകത്വം പോലുള്ള വാക്കുകളൊന്നും MBയുടെ ജനാധിപത്യ ബോധത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ MBയുടെ സംഭാവനയിലൂടെ, MBയുടെ പ്രവർത്തനത്തിലൂടെ MBക്ക് സ്വാഭാവികമായിട്ട് കൈവരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊട്ടേറിയറ്റ് എന്നെല്ലാം പറയുന്നത് അങ്ങനെ ഉണ്ടാവേണ്ട ഒന്നാണ്. തൊഴിലാളി വർഗം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നടത്തുന്ന സൃഷ്ടിപരമായ പ്രവർത്തനത്തിലൂടെ ഇവരാണല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ നായകന്മാർ. ഈ കെട്ടിടം കെട്ടിയത്, ഈ പാലമുണ്ടാക്കിയത്, നമുക്ക് വേണ്ടി കൃഷി ചെയ്തത്, നമുക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കിയത്, നമുക്ക് വേണ്ടി സംഗീതം സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നത്, ഇതെല്ലാം എല്ലാ പ്രവൃത്തിയും തൊഴിലാണ്. നമുക്ക് വേണ്ടി ബുദ്ധിപരമായി അധ്വാനിക്കുന്നത്. അങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക്, പ്രവർത്തിക്കുന്നവരെല്ലാം നേതൃത്വത്തിലേക്ക് വരുന്നു. MB ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നത് MB നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. അല്ലാതെ എല്ലാവരും കൂടി ശരി MB ഇതിൻ്റെ നേതാവാകട്ടെ എന്ന് എടുക്കുന്ന ഒരു രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ തീരുമാനത്തിലൂടെയല്ല. ആ അർത്ഥത്തിലെല്ലാം MB ഒരു വലിയ മാതൃകാ വ്യക്തിത്വമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള വലിയൊരു സങ്കടമെന്ന് പറഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞപ്പം MB വളരെ ഇംപേഷ്യൻ്റായി, ഭയങ്കര അക്ഷമനായി. MB അക്ഷമനായത് എന്തുകൊണ്ടാണ്? MB അക്ഷമനാകാനുള്ള കാരണം, MB ആഗ്രഹിക്കുന്ന വേഗത്തിൽ MB സ്വപ്നം കണ്ട സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അത് MBയിൽ ഒരു ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ, ഇത് ഞാൻ ആലോചിച്ച് പറയുന്നതല്ല, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് തോന്നുന്ന ചില ആശയങ്ങളാണ്. അത് പരമ അബദ്ധവുമാകാം. MBയിലെ ഡെഫിസിറ്റായിട്ട് എനിക്ക് തോന്നുന്നത്, സംഘാടകൻ്റെ കാര്യത്തിൽ MBക്ക് വലിയൊരു സർപ്ലസുമുണ്ട്. ജനങ്ങളെ ആകെ ശാസ്ത്രബോധമുള്ളവരാക്കി അണിനിരത്തി അവരെ സംഘടിപ്പിച്ചൊരു വലിയ ശാസ്ത്ര സൈന്യമാക്കി മാറ്റി
ഈ ശാസ്ത്രാഹിത്യ പരിഷത്തിനെ വളർത്തിയെടുക്കുന്നതിൽ MBയിലെ സംഘാടകത്വം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിച്ച് അത് താൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ പൊതുബോധമാക്കിയെടുക്കുന്നതിൽ പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ ഒരു സംഘാടകത്വമുണ്ട്. അതൊരു സ്വയം ശിക്ഷണത്തിന് വിധേയമാവണം. തൻ്റെ ഘടകത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയണം. ഇതാണ് ശരി, ഈ പറയുന്നത് തെറ്റാണ്. ഈ ശരിയായ സിദ്ധാന്തത്തിൻ്റെ പ്രയോഗത്തിൽ ഈ വൈകല്യങ്ങളുണ്ടായി, ഈ വ്യതിയാനങ്ങളുണ്ടായി. അതെല്ലാം താൻ ഉൾക്കൊള്ളുന്ന പാർട്ടി ഘടകത്തിനുള്ളിൽ അവതരിപ്പിച്ച് അത് പാർട്ടിയുടെ ബോധമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. ആ ശ്രമം നടന്ന് ആ ശ്രമം MB നടത്തി ഒരു കടവിലും എത്തുന്നില്ലല്ലോ. ഞാനിതിങ്ങനെ എൻ്റെ ഘടകത്തിൽ പറഞ്ഞ് അവിടെ ചർച്ച ചെയ്യുന്നു, കുറേ പേര് കേൾക്കുന്നു, ശരി ആലോചിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഒന്നും അങ്ങനെയാണ് ദർശനവുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാൻ വേണ്ടി നടന്ന ലോകത്തിലെ ശ്രമങ്ങൾ, പരീക്ഷണങ്ങൾ, സോവിയറ്റ് യൂണിയനിൽ നടന്ന പരീക്ഷണം, കിഴക്കൻ യൂറോപ്പിൽ നടന്ന പരീക്ഷണം, ചൈന ഉൾപ്പെടെ വിയറ്റ്നാം, കൊറിയ, വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ക്യൂബയിൽ നടന്ന പരീക്ഷണം, ഇതിനെല്ലാം വളരെ സൂക്ഷ്മമായും സമഗ്രമായും നോക്കിക്കാണാൻ MB ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ചില നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെയുള്ള നിഗമനങ്ങളിലേക്ക് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിട്ടുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാതെ മാർക്സിസ്റ്റായി ജീവിക്കുന്നവരുണ്ട്. ഇപ്പം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അങ്ങനെ ഒരാളായിരുന്നു. പലരും ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ പലരെയും കാണാൻ പറ്റും. അതിനകത്ത് 3 ഭാഗമുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. അതിലൊന്നാമത്തത്, ആദ്യം ഞാൻ MBയെ വിമർശിക്കുകയാണ്. MB കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണ സമഗ്രതയിൽ കണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അവിടെ MBക്കൊരു ബലഹീനതയുണ്ട്. MB പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തു അർത്ഥത്തിലാണ്, എന്തുദ്ദേശത്തിലാണ് പാർട്ടി അല്ലെങ്കിൽ പാർട്ടികൾ, ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. ഇന്ത്യയിൽ CPIM പ്രവർത്തിക്കുന്നു, അതുപോലെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അതാത് രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു. പല രാജ്യങ്ങളിലും ഒന്നിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടീസ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോകും പാർട്ടിയിൽ നിന്ന്. അപ്പോൾ ഇവിടെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുന്നുണ്ട്. അവർ കുറേ കാലം പരസ്പരം അംഗീകരിക്കാതിരിക്കും. ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റത് അല്ല. MB CPIMൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ CPIM എടുക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ട താത്വിക നിലപാടുകൾ ഇതൊക്കെയാണ്. ഇന്നെടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ശരി, പക്ഷേ ഇത് മാത്രം പോരാ, അതിൻ്റെ കൂടി ഇതും കൂടി വേണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ കുറേ 2000 ആണ്ടിൽ, ഇന്നേക്ക് 19 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള AKG ഹാളിൽ വെച്ച് ചേർന്ന CPIMൻ്റെ പാർട്ടി പരിപാടി കാലോചിതമാക്കാൻ വേണ്ടി ചേർന്ന പ്രത്യേക സമ്മേളനം. ആ സമ്മേളനം കുറേയധികം വിഷയങ്ങൾ, MB ഉന്നയിച്ച വിഷയങ്ങൾ അഭിസംബോധന ചെയ്തു. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ വെച്ച് MB തൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കുറേ സഹാക്കളെ വിളിച്ചു കൂട്ടി കൂട്ടത്തിൽ ഞാനും അവിടെ സംബന്ധിച്ചതാണ്. അവിടെ സംബന്ധിച്ചപ്പോൾ MG എഴുതിയത് മുഴുവൻ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത്, MB ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗൗരവമുള്ളത്, ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ CPIMൻ്റെ കാലോചിതമാക്കിയ പരിപാടി അഭിസംബോധന ചെയ്ത വിഷയങ്ങളാണ് MB ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളല്ല. അത് മുമ്പ് പാർട്ടി എടുത്തിട്ടില്ലാത്ത സമീപനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം 64 അംഗീകരിച്ച പരിപാടിയിൽ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് 2000 അംഗീകരിച്ച പരിപാടിയിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്തിട്ടില്ല. വളരെ പരിമിതമായ പരാമർശം മാത്രമേ ഉള്ളൂ. 2 പരിസ്ഥിതി, 64 പരിപാടി പരിസ്ഥിതി എന്നുള്ള വിഷയം അഭിസംബോധന ചെയ്തിട്ടേ ഇല്ല. 2000 പരിപാടിയിൽ ഒന്നിലധികം ഖണ്ഡികകൾ, ഇപ്പോൾ ഓർമ്മയെന്ന് പറയുകയാണ്, പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് പുറമെ വിദേശ നയവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോകത്തെ ജനങ്ങളെ, പരിസ്ഥിതി പ്രവർത്തകരെ ഒക്കെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് അണിനിരത്തിക്കൊണ്ട് സാമ്രാജ്യത്വം എങ്ങനെയാണ് ചൂഷണത്തിൻ്റെ ഏറ്റവും ഹീനവും നഗ്നവുമായ ഒരു രൂപമായി ഭൂമിയുടെ സമ്പത്തിനെ മുഴുവൻ
പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി, ലാഭം പരമാവധിയാക്കാൻ വേണ്ടി എല്ലാത്തിനെയും കുത്തിക്കവരുക. യഥാർത്ഥത്തിൽ മൂലധനത്തിൻ്റെ 1-ാം വോള്യത്തിൽ മാർക്സ് പറയുന്നുണ്ട്. ഒരു മാർക്സിൻ്റെ വളരെ പ്രൗഢമായ ഒരു വാചകമുണ്ട്. ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ കൃഷിയിൽ കടന്നു വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് മാർക്സിൻ്റെ ഒരു വാചകമുണ്ട്. അതിൻ്റെ ഓർമ്മയെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാന ഉറവിടങ്ങളായ 2 ഘടകങ്ങൾ. എന്നിട്ട് മാർക്സ് എന്താണ് ആ 2 ഘടകങ്ങൾ? മനുഷ്യനും ഭൂമിയും. ഭൂമിയിൽ മനുഷ്യൻ അധ്വാനിച്ചിട്ടാണ് എല്ലാ സമ്പത്തും ഉണ്ടാക്കുന്നത്. സമ്പത്ത് ഒന്നിൽ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ അധ്വാനിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ മുഴുവൻ സമ്പത്തിൻ്റെയും 2 ഉറവിടങ്ങൾ ഭൂമിയും മനുഷ്യനും. അതിനെ കുത്തിച്ചോർത്തിക്കൊണ്ടാണ് മുതലാളിത്തവും കൃഷിയും വളരുന്നത് എന്നാണ്. അപ്പം ഈ പ്രീഡേറ്ററി അപ്രോച്ച് ക്യാപിറ്റലിസത്തിൻ്റെ അത് പ്രകൃതിയെയും മനുഷ്യനെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്നുള്ളത് മൂലധനത്തിൽ 1867 150-ലധികം വർഷം മുമ്പ് മാർക്സ് പറഞ്ഞതാണ്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അതിൽ എം പിക്ക് അക്ഷമനായിരുന്നു എം പി അക്കാര്യത്തിൽ. അപ്പം നമ്മൾ ചർച്ച ചെയ്തു വന്നത് ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് കൂടുതൽ മൂർച്ചയുള്ളതാക്കാനും കൂടുതൽ ശാസ്ത്രീയമാക്കാനും ശ്രമിക്കണം എന്ന കാര്യത്തിൽ സംഘടനാപരമായിട്ടൊരു ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ജനകീയ ശാസ്ത്രപ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൽ സർപ്ലസ് ആയിരുന്നു എം പിയുടെ സമീപനം. എം പിയുടെ സമീപനമാണ് ഇത്ര കരുത്തുറ്റൊരു ജനകീയ ശാസ്ത്രപ്രസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ വലിയൊരു സംഘാടകനാണ് എം പി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ താൻ എങ്ങനെ പ്രത്യയശാസ്ത്ര സമരം നടത്തണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ പല 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 നിലയിൽ അല്ല. അതിനകത്ത് ഇപ്പോൾ ലെനിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കാൽപ്പനികനാവണം, സ്വപ്നം കാണണം. മാർക്സ് തന്നെ സ്വപ്നം കാണുകയല്ലേ ചെയ്തത് പുതിയ ലോകത്ത്. അപ്പോൾ സ്വപ്നം കാണൽ എപ്പോഴും, പക്ഷെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ഇരിക്കരുത് എന്നുള്ളൊരു, അപ്പോൾ അതും ഡയലക്റ്റിക്കലാണ്. ഈ സ്വപ്നം കാണലും സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ യാഥാർത്ഥ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ സ്വപ്നം ഒരു സ്വപ്നമാണ്, ഭാവിയിൽ അത് യാഥാർത്ഥ്യമാവേണ്ടതാണ്. ഇപ്പോൾ ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മളെല്ലാം റിപ്പബ്ലിക്കുകളായി മാറുന്ന ഒരു ലോകമാണ്. ഒരു ഗവൺമെൻറ് വേണ്ട, ഭരണകൂടം വേണ്ട, ഒരു കുടുംബനാഥൻ വേണ്ട, രാഷ്ട്രത്തിനൊരു കുടുംബനാഥൻ വേണ്ട, ലോകത്തിനൊരു കുടുംബനാഥൻ വേണ്ട. കാരണം എങ്ങനെ ആയിരിക്കണം ലോകം എന്നതിനെക്കുറിച്ച് അറിയുന്ന സംസ്കാര സമ്പന്നരായ ഏറ്റവും പരമമായ ജനാധിപത്യ ബോധമുള്ളവരായിട്ട് മാറുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും പൂർണ്ണമായ ജനാധിപത്യത്തിൽ അവിടെയാണ്. ഇപ്പോൾ ഇല്ല. നമ്മളിതെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മളും സംസാരിക്കുന്നു, പിന്നെ ചികിത്സിച്ചിട്ട് വന്ന് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ സമയം കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് ഒരുപാട് അനീതികൾ കുടുംബജീവിതത്തിനകത്തെല്ലാം ഉണ്ട്. അതൊന്നും ഇല്ലാത്തൊരു ലോകമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളത് വെറും ഒരു സ്വപ്നമല്ല, പക്ഷേ ഇന്നതൊരു സ്വപ്നമാണ്. മാറാൻ കഴിയുമെന്ന് മാർക്സും എംഗൽസും എല്ലാം പറഞ്ഞത് അവരുടെ ചരിത്രബോധം കൊണ്ടാണ്. കാര്യം മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ തന്നെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു, ഗോത്ര സമൂഹത്തിൽ അങ്ങനെ ആയിരുന്നു. മാർക്സും എംഗൽസും കൂടി ഈ കാഴ്ചപ്പാടിലേക്ക് എത്തുമ്പോൾ മോർഗൻ 1877 മറ്റുമാണ് ആ പുസ്തകം, ഏൻഷ്യൻ സൊസൈറ്റി എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് മുമ്പ് അത് എഴുതിയെങ്കിലും അതിനകത്ത് അമേരിക്കൻ സമൂഹത്തിൽ പലയിടത്തും ലോകത്ത് നമ്മുടെ മാവേലി നാട് വാണിയിടും കാലം എന്നുള്ള വൈലോപ്പള്ളി ഓണപ്പാട്ടുകാരിൽ പറയുന്ന പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പു പാരിതിലാദിയിൽ ഉദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം ഉണ്ടായി. ഇല്ലാതായ ഒരു ഓണം എല്ലാ സംസ്കാരത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാവിയിലും ഇങ്ങനൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. ആ ലോകം സൃഷ്ടിക്കാൻ നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്താ ഫലപ്രദമാകാത്തത്? ഈ വേഗത്തിൽ മതിയോ? ഇത്രയൊക്കെ ചെയ്താൽ പറ്റുമോ? ഇതിൽ കൂടുതൽ ഇപ്പോൾ ചെയ്തുകൂടെ? ഇതായിരുന്നു എം പിയുടെ അക്ഷമ. ആ ഒരു ക്ഷമയില്ലായ്മയിൽ നിന്നാണ്. ആ ക്ഷമയില്ലായ്മ ഒരു തെറ്റല്ല, എന്നാൽ അതാണ് തൻ്റെ ഘടകത്തിൽ നിരന്തരമായിട്ട് ഉന്നയിക്കുക. തനിക്ക് കിട്ടുന്ന ഇന്നർ പാർട്ടി ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് ചർച്ച ചെയ്യാൻ കഴിയുക. അതെല്ലാം എം പി ചെയ്തിരുന്നു. എം പി പിന്നെ പുസ്തകമായിട്ട് എഴുതിയ കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം എം പി എഴുതാറുണ്ടായിരുന്നു. അന്ന് ഞാൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്.
പാർട്ടി ജനറൽ സെക്രട്ടറിക്കും പി വി മെമ്പർമാർക്കും EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് EMSനും ഒക്കെ എഴുതുമായിരുന്നു. EMS കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ EMSുമായിട്ട് എപ്പോഴും MPക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. EMS അത് കേൾക്കും. എന്നിട്ട് MPയെ മനസ്സിലാക്കിയിട്ട് EMS താൻ പറഞ്ഞത് തൽക്കാലം ഞാൻ കേട്ടു, ഇപ്പം അത് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും കേട്ടല്ലോ, ഞാൻ പറഞ്ഞ കുറച്ച് അംഗീകരിച്ചല്ലോ, സന്തോഷമായിട്ട് MP പോകുമായിരുന്നു. അപ്പോൾ കുറേ ഘടകങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പം MP നൽകിയിട്ടുള്ള സംഭാവനകളുടെ മൂല്യം അത് അവഗണിക്കാൻ കഴിയില്ല. എനിക്ക് MPയോടുള്ള പരിഭവം, MPക്ക് പാർട്ടി ഘടനയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തുടർന്നും ഇതുപോലുള്ള സൈദ്ധാന്തിക വിഷയങ്ങൾ ഉന്നയിച്ച് പാർട്ടിക്കുള്ളിൽ വളരെ ഗൗരവമുള്ള സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള സാരവത്തായ ചർച്ചകൾ, സംവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കണം. EMS ഒക്കെ എപ്പോഴും ഓരോ കാര്യത്തെക്കുറിച്ചും പറയുന്നതും പാർട്ടിക്കുള്ളിൽ വാദപ്രതിവാദം ചെയ്ത് പാർട്ടി ഒരു നിഗമനത്തിലേക്ക് എത്തി. ആ വാദപ്രതിവാദം എന്നുള്ളത് വാദവും പ്രതിവാദവും, ഒരു കാഴ്ചപ്പാട് അതിനെതിരെ വേറൊരു കാഴ്ചപ്പാട്, അത് ഡയലക്റ്റിക്സ്. ഇത് തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് രണ്ടിൽ നിന്നും ശരികൾ സ്വീകരിച്ച് ഒരു നിലപാടിലേക്ക്. ആ നിലപാടിന് ആയുസില്ല. കാര്യം ആ നിലപാടെത്തുമ്പോഴത്തേക്ക് സാഹചര്യം മാറി. അപ്പോൾ മാറിയ സാഹചര്യം അനുസരിച്ച് നമ്മൾ എടുത്ത നിലപാടിൽ എന്ത് പുരോഗതി കൊണ്ടുവരണം? ഒരടി പുറകോട്ട് വെക്കണോ, രണ്ടടി മുന്നോട്ട് വെക്കാൻ? എൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഉണ്ട്. അപ്പോൾ ചിലപ്പം ചില അടികൾ പുറകോട്ട് വെക്കേണ്ടി വരും, ചില അടികൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ളത്. അപ്പോൾ സമൂഹത്തെ മാറ്റിമറിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുള്ള അനീതികൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നടക്കേണ്ട ഒരു സമരമാണ്. അതിൽ വലിയൊരു സമര മേഖലയാണ് സൈദ്ധാന്തിക തലം, പ്രത്യയശാസ്ത്രമണ്ഡലം. അതിൽ വളരെ സജീവമായി സമരം നടത്തി പാർട്ടിയെ വളരെ ഉണർവും ഉന്മേഷവുമുള്ള, സൈദ്ധാന്തികമായി ഉണർവും ഉന്മേഷവുമുള്ള ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ MPയെ പോലുള്ളവർ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമായിരുന്നു. അതിൽ ആ ചോദ്യം ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിൽ പിന്നെ ഒന്ന്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും സമത്വപൂർണമായൊരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പരിപാടി തയ്യാറാക്കുമ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതിനെ ഓരോ രാജ്യത്തിൻ്റെയും സവിശേഷതയിലേക്ക് പരിഭാഷപ്പെടുത്തണം. ആ ആശയം മാനിഫെസ്റ്റോയിൽ തന്നെയുണ്ട്. അതിൽ ഈ പുതിയൊരു സമൂഹം നിർമ്മിക്കപ്പെടുമ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടൊരു 10, 1, 2, 3 എന്ന് അക്കമിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നികുതി സമ്പ്രദായം എങ്ങനെ ആയിരിക്കും, പിന്നെ ആർജിത പിതൃസമ്പത്ത് പിന്തുടർച്ചാവകാശം ഉണ്ടാകുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ ഒരു വാചകമുണ്ട്. ഇതൊരു ഏകദേശ രൂപമാണ്, വ്യത്യസ്ത രാജ്യങ്ങളുടെയും കാലത്തിൻ്റെയൊക്കെ സവിശേഷത അനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഓർപ്പിക്കുന്നത്, ഇന്ന് നമ്മൾ ഇന്ത്യയിലോ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലോ എങ്ങനെയാണ് ആ രാജ്യത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തേണ്ടത്, അത് സംബന്ധിച്ച കാഴ്ചപ്പാട് ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ മൂലധനത്തിലെയോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെയോ ആശയങ്ങൾക്ക് നിരക്കുന്നതോ നിരക്കാത്തതോ ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന അർത്ഥത്തിലേ അല്ല ഞാൻ ഈ സമീപിക്കുന്നത്. അതിന് കാരണം മാനിഫെസ്റ്റോയുടെ ജർമ്മൻ പതിപ്പിനുള്ള 1872 മുഖവുരയിൽ മാർക്സും എംഗൽസും കൂടെ പറയുന്നുണ്ട്, ഇന്നാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ല ഇത് എഴുതുക, ഇതിനകത്ത് പല മാറ്റങ്ങളും വരുത്തും, 4 നൂറ്റാണ്ട് കൊണ്ട് ലോകത്തൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം മാർക്സിൻ്റെ എംഗൽസിൻ്റെയും സമീപനത്തിൻ്റെ ഒരു അടിസ്ഥാനം എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ആ മാറ്റങ്ങളെല്ലാം നിങ്ങൾ കണക്കിലെടുക്കണം. ഈ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ
സാമൂഹ്യമായ ഒരു പുതുക്കിപ്പണിയൽ സാധ്യമാവുമെന്ന് അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ വരുത്തിയിട്ടുള്ള അഗാധമായ സ്വാധീനം അതിനെ അവഗണിക്കാൻ കഴിയില്ല. എന്നാൽ അത് സംബന്ധിച്ച് EMS ആണ് ഒരു പരിധിവരെ MP വളരെയധികം ഹൃദയപരമായ അടുപ്പമുണ്ടായിരുന്ന EMS ആണ് ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഫ്രണ്ട് ലൈൻ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ലൈൻ എഴുതിയ EMSൻ്റെ ലേഖന പരമ്പരകളുടെ ഒരു സമാഹാരം ആദ്യം ഇംഗ്ലീഷിൽ വന്നു, പിന്നെ അത് മലയാളത്തിലും വന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അതിനകത്തൊരു പരാമർശമുണ്ട്. മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ മഹാത്മാവ് തന്നെയായിരുന്നു എന്നൊരു പ്രയോഗം EMSൻ്റെ ഉണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ അന്തിമ നാളുകളിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ്. കെ ദാമോദരനും ഹോച്ചിമിനും കൂടി സംസാരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നടത്തിയൊരു പരാമർശം പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് ഹോച്ചിമിൻ പറഞ്ഞത്, വിയറ്റ്നാമിൽ ഞാൻ തന്നെയാണ് മഹാത്മാഗാന്ധി, എന്നാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമുണ്ട്, മഹാത്മാഗാന്ധിയുടെ സ്വാധീനവും അപ്പുറം നിൽക്കുന്നുണ്ട്. ദേശീയ മോചന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ഇഴുകിച്ചേർന്നിട്ടില്ല, ഒന്നായി ചേർന്നിട്ടില്ല എന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഈ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെന്ന് തെറ്റായൊരു പേരിട്ട് വിളിക്കുന്ന സംഭവം, മൂലധനത്തിന് മാത്രമാണ് ഉദാരമായ സമീപനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മൂലധനത്തിന് പറ്റുന്നൊരു പേരല്ല നമ്മൾ അതിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ തീവ്ര ഹീന മുതലാളിത്ത വ്യവസ്ഥ എന്ന് വിളിക്കുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐജാസ് അഹമ്മദ് എക്സ്ട്രീം ക്യാപിറ്റലിസം എന്നോ മറ്റുമാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. എക്സ്ട്രീം ഒന്നുമല്ല, ഹേനിയസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതാവും കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, അത്തരമൊരു ലോക സന്ദർഭത്തിലും ഇന്ത്യൻ സന്ദർഭത്തിലും മൂലധനത്തിൻ്റെ ആധിപത്യത്തിനെതിരായ ചില കാഴ്ചപ്പാടുകൾ ഗാന്ധിയിലുണ്ടായിരുന്നു. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും മനുഷ്യന് വേണ്ടിയല്ലാതെ ലാഭത്തിൻ്റെ പരമാവധിയാക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ഗാന്ധി എതിരായിരുന്നു. ആധുനികതയെ തന്നെ ചില അർത്ഥത്തിൽ ആധുനികതയുടെ ഭാഗമായി വരുന്ന ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളെ ഗാന്ധി തിരസ്കരിക്കുകയും നിരസിക്കുകയും ചെയ്തത് ചില അർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ചില അർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വസ്ഥ ജീവിതത്തിന് ഗുണകരമാവാത്തതുമായിരുന്നു ചിലത്. അപ്പം ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതും എന്നാൽ അത്ര പ്രയോജനപ്പെടാത്ത കുറേ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതും ഗാന്ധിയെപ്പോലുള്ള ചിലർക്ക് മാത്രം ജീവിക്കാനും നടപ്പാക്കാനും പറ്റുന്ന ചില ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ബാങ്കാണ്. ഒരു നമുക്ക് എടുക്കാവുന്നതും എടുക്കാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു 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 വിസ്തൃതമായ ആശയ ലോകമാണ്, പ്രായോഗിക ലോകമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഗാന്ധി നൽകിയ ഇടപെടലിനെയും ഗാന്ധി നൽകിയ സംഭാവനകളെയും ഗാന്ധിയുടെ ചിന്തകളെയും ഗാന്ധിയുടെ പരിഹാര മാർഗങ്ങളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്സിയൻ കാഴ്ചപ്പാടിൻ്റെ പ്രയോഗം എത്രമാത്രം സഫലമാവും എന്നുള്ളത് വളരെ സംശയകരമായൊരു ചോദ്യമാണ്. ഇവിടെ ഗാന്ധിയും മാർക്സും മാത്രമല്ല അഭിമുഖമായി നിൽക്കുന്നത്, മാർക്സും അംബേദ്കറും അഭിമുഖമായി നിൽക്കുന്നുണ്ട്. ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പം അംബേദ്കറോടൊപ്പം ലോഹ്യ പറഞ്ഞ ചില കാര്യങ്ങളിൽ നമ്മൾ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട വല്ല വശങ്ങളുമുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ അപ്രോച്ച് അതാണ് ഏറ്റവും ശാസ്ത്രീയം. ആ ഡയലക്റ്റിക്കൽ അപ്രോച്ചിൻ്റെ ശാസ്ത്രീയതയ്ക്കുള്ളിലേക്ക് ഇന്ത്യൻ സാഹചര്യത്തിലെ ഈ അനുഭവങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ ചിന്തകന്മാരും ഈ പോരാളികളും, ഗാന്ധിയും അംബേദ്കറും ലോഹിയും ഒക്കെ പോരാളികളാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഇവരുടെയൊക്കെ പോരാട്ടം
സമത്വപൂർണമായ ഒരു ഇന്ത്യൻ സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകൾ തന്നെയാണ്. അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അതുമായി കലഹിച്ച് നിൽക്കേണ്ടവരല്ല. ഗാന്ധിയോ അംബേദ്കറോ അയ്യങ്കാളിയോ ഫൂലെയോ എന്തിന് കബീറിനെ പോലുള്ളവർ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള. ഇവിടെ മതത്തോടുള്ള സമീപനത്തിൻ്റെ വലിയൊരു ചോദ്യവും വരുന്നുണ്ട്. അവിടെയും ഗാന്ധിക്ക് ഒരു പ്രസക്തിയുണ്ട്. മതത്തെ തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് നടപ്പാക്കാനുള്ള ഉപാധികളിലൊന്നായിട്ട് ഗാന്ധി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയം മതത്തിൻ്റെ കൂടി ഒരു അകമ്പടിയോടുകൂടിയാണ് ജനങ്ങളെ കൊണ്ട് വേഗം സ്വീകരിപ്പിക്കാൻ കഴിയുക എന്നൊരു കാഴ്ചപ്പാട് ഗാന്ധിക്കുണ്ടായിരുന്നു. അപ്പം മതത്തോടുള്ള മാർക്സിയൻ സമീപനം യാന്ത്രികമായിട്ടല്ല ലോകത്തെവിടെയും നടപ്പാക്കേണ്ടത്, ഇന്ത്യയിൽ വിശേഷിച്ചു. അപ്പം അവിടെയും ഗാന്ധിയിൽ നിന്നും ഗാന്ധിയുടെ പ്രാക്ടീസിൽ നിന്നും എന്തെങ്കിലും ഘടകങ്ങൾ അംശങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് 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 മഹാത്മാഗാന്ധി പറഞ്ഞത്, പിന്നെ മാർക്സ് പറഞ്ഞിട്ടുള്ളത് വേറൊരു ഭാഷയിലാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം ഇതിനകത്തില്ല, അതെനിക്ക് ഓർമ്മയുണ്ട്. ഈ ഭൂമി ഒറ്റപ്പെട്ട വ്യക്തികളുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ പോലും സ്വത്തല്ല. എന്തിന്, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും കൂട്ടുസ്വത്തുമല്ല അത്. ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് നമ്മൾ. നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരും തലമുറയ്ക്ക് അത് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. മാർക്സ് ഒന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്, സ്വന്തം മക്കളും മക്കളുടെ മക്കളുമൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് കരുതുന്ന കുടുംബകാരണവർ തനിക്ക് തൻ്റെ കൈവശമുള്ള ആസ്തിയും സ്വത്തും എങ്ങനെ കുറച്ചും കൂടെ സുരക്ഷിതമായി മെച്ചപ്പെട്ട വിധത്തിൽ സന്തതി പരമ്പരകൾ കൈമാറുമോ, അതാണ് മനുഷ്യരാശി ഒരുമിച്ച് വരുന്ന തലമുറയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന നിലയിലാണ് ഇത്. ഈ ആശയത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. പിന്നെ ദർ ഈസ് ഇനഫ് ഫോർ ദ നീഡ് ഓഫ് എവരി വൺ ബട്ട് നോട്ട് ഫോർ ദ ഗ്രീഡ് എന്നുള്ള മഹാത്മാഗാന്ധിയുടെ പിന്നെ വളരെ പ്രസിദ്ധമായി ഉദ്ധരിക്കപ്പെടുന്ന ആശയം. ഇത് ലോകത്തെ ഇന്നത്തെ അനുഭവം ശരിവെക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരുമിച്ചുള്ള നാശത്തിലേക്ക് നമ്മൾ ഈ ഭൂമിയെ അതിവേഗം ഉരുട്ടിക്കൊണ്ട് കയറ്റുകയാണ് എന്ന ആധി ചുറ്റുപാട് നടക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുടെ എല്ലാം മനസ്സിൽ കടന്നു വരുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം സുഗതകുമാരി ടീച്ചറെ പോയി കണ്ടപ്പോൾ വയ്യ ടീച്ചർ പറഞ്ഞ ഇതാണ്. ടീച്ചറുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും വരാറുള്ളത് സൈലൻറ്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തിയ ശ്രമമാണ്. അതിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനവും എം പിയും വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ വികസനം എന്ന് പറഞ്ഞുകൊണ്ടിന്ന് ലോകത്ത് നടക്കുന്ന വലിയൊരു ഭ്രാന്തുണ്ട്. വികസനം കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷ്യാവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കൃഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വികസനത്തിൻ്റെ ഒരു കാൽവയ്പ്പാണ്. അതുവരെ പെറുക്കിത്തീനിയായിരുന്നു. ബോധപൂർവം നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള കൃഷി ചെയ്തുണ്ടാക്കുക എന്ന് പറയുന്നത് പ്രകൃതിയിലൊരു ഇടപെടലാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില കുട്ടികൾ ഇതിനത് പറയുമ്പോൾ ആദ്യം അവരുടെ കണ്ണിങ്ങനെ വിടരും, ഓ ശരിയാണല്ലോ, പണ്ട് കൃഷി ഉണ്ടായിരുന്നല്ലോ, കൃഷി മനുഷ്യനൊരു കണ്ടുപിടുത്തമാണല്ലോ എന്ന് ചില കുട്ടികൾക്കെങ്കിലും തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് ഇതെല്ലാം കുന്നുകൂടി കിടക്കുകയും മറുഭാഗത്ത് നരക ജീവിതം നയിക്കുകയും പട്ടിണി കിടക്കുകയും പട്ടിണി കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന കോടികൾ. ഇങ്ങനത്തെ ഒരു ലോകമായി നിൽക്കുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ എന്ത് വികസനമാണ്, പുതുതായിട്ട് എന്ത് വികസനമാണ് മനുഷ്യന് വേണ്ടത്? ഇന്ന് ലോകത്ത് യഥാർത്ഥത്തിൽ പുതുതായിട്ട് മനുഷ്യൻ അന്വേഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾക്ക് ചികിത്സയും മരുന്നും കണ്ടുപിടിക്കുക. എന്നാൽ അതിന് ചെലവഴിക്കുന്നതിൻ്റെ 100 കണക്കിന് മടങ്ങ് റിസോഴ്സസും ഏറ്റവും ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറും ചെലവഴിക്കുന്നത് കൂടുതൽ വിനാശം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ എങ്ങനെ നിർമ്മിക്കാം അതിൻ്റെ ഗവേഷണത്തിനാണ് അമേരിക്കയിൽ
ശാസ്ത്രജ്ഞന്മാർ സമ്പത്ത് വിനിയോഗിച്ചു. ഭ്രാന്തല്ലേ ഇത്? യഥാർത്ഥത്തിൽ അമേരിക്കൻ സമ്പദ്ഘടനയിൽ നിന്ന് നിലനിർത്തുന്നത് വാർ ഇൻഡസ്ട്രിയാണ്. ഇതാരാ മനസ്സിലാക്കുന്നത്? ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി വാർ ഇൻഡസ്ട്രിയാണ്. അതിനുവേണ്ടി അതിർത്തികളിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു, തർക്കങ്ങൾ പരിഹരിക്കും. അങ്ങനെ ഭ്രാന്തമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു ഭാഗം. മറ്റൊന്ന്, നമുക്കൊരു ഉപയോഗവുമില്ലാത്ത സാധനങ്ങൾ നിർമ്മിച്ച് എന്നിട്ട് ടെലിവിഷനുകളിൽ പരസ്യം കൊടുത്ത് ആ സാധനം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള മിഥ്യാധാരണ നമ്മൾ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണ്. മാർക്സ് പണ്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ആ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു വാങ്ങൽ സമൂഹത്തെയും മുതലാളിത്തം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. ആ വയസ്സിനതെല്ലാം ഈ 100-150 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ചിലരുടെ സ്ഥലത്ത് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ഒരു തരത്തിൽ ഉപയോഗിക്കാതെ വെറുതെ ഏതൊക്കെയോ പരസ്യം കണ്ട് വാങ്ങി വെച്ചിട്ടുള്ള എത്രയോ സാധനങ്ങൾ നമ്മുടെ വീടുകളുണ്ട്. ക്യൂരിയോസ് അല്ല, അതല്ലാത്തൊരു ക്യൂരിയോസ് പോലും അങ്ങനെയാണ്. ഒരു കലാബോധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യൂരിയോസ് ആകാം. പക്ഷേ ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോൾ കുറച്ച് വലിയ കണ്ണാടി അലമാരകൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇനി കുറേ സാധനങ്ങൾ വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇങ്ങനൊരു ലോകമായി മാറുമ്പോൾ മനുഷ്യന് കൂട്ടഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതെല്ലാം വികസനമാണ്, വളർച്ചയാണ്, പക്ഷേ പുരോഗതിയല്ല. നമ്മൾ പ്രോഗ്രസിനെ കുറിച്ചും മനുഷ്യൻ്റെ പൊതുജീവിതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വികസനം, അമർത്യസൻ ഡെവലപ്മെൻറ്റ് ഈസ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ആശയം എക്കണോമിക് പ്ലാനേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ നമ്മുടെ തന്നെ ചില സാക്കിളുമായിട്ട് ഞാനിടയ്ക്ക് വഴക്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ കൺവെൻഷനലായിട്ടുള്ള എക്കണോമിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് വികസനത്തിൽ ആകാം, പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പണം ചോദിക്കുമ്പോൾ പറയും അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഞാൻ പറയുന്നത് വിവരക്കേടാണ്. ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷനും ഹെൽത്തുമാണ്. ഇത് പിന്നെ നമ്മുടെ പ്രഭാതമായിട്ടിരുന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പം VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്തിരുന്നപ്പം ശരിയാണ്, നമ്മൾ അങ്ങനെ ഇത് അവതരിപ്പിക്കേണ്ടതാണ് എന്നുള്ള കൺസെൻസസിലേക്ക് എത്തി. അപ്പം ഈ ബൂർഷ്വ ഇക്കണോമിക്സിനെ വിമർശിക്കുന്നവർ പോലും അതിൻ്റെ ഒരുപാട് ടൂള് തെറ്റായിട്ട് പിന്തുടരാറുണ്ട്, പറയാറുണ്ട്. ബഡ്ജറ്ററി പ്രൊവിഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒബ്സഷനാണ്. പാലത്തിനാണെങ്കിൽ ഇറ്റ്സ് എൻ അസറ്റ് ക്രിയേഷൻ. ഏറ്റവും വലിയ അസറ്റ് ക്രിയേഷൻ മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിന് മുടക്കിയാലല്ലേ, മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മുടക്കിയാലല്ലേ. അത് പറയുമ്പോൾ ശരിയാണല്ലോ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന എക്കണോമിക് പ്രിൻസിപ്പിൾ എന്താ? എഡ്യൂക്കേഷനിലും ഹെൽത്തിലും ചിലവാക്കുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? അല്ല. സർവീസ് സെക്ടർ, വെൽഫെയർ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ വികസനവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത്. വികസനത്തെക്കുറിച്ചുള്ള തലതിരിഞ്ഞ കാഴ്ചപ്പാടാണ് ഇന്ന് ലോകത്തുള്ളത്. അതിനെതിരായിട്ടുള്ള പോരാട്ടം വളരെ പ്രധാനമാണ്. അത് MB എന്നും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് MBയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, അതിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ, അതിനെല്ലാം പിന്നിൽ ശാസ്ത്രാധിപത്യത്തിൽ MB ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചൊരു കാലഘട്ടമായിരുന്നു 2006-2011 കാലഘട്ടം. അതിൻ്റെ ഒരു കാരണം, അതിനു മുമ്പ് എപ്പോഴും CPIM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റുകളിൽ പോലും വിദ്യാഭ്യാസ വകുപ്പ് മറ്റു ചില പാർട്ടികളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ മുണ്ടശ്ശേരി മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി എന്നുള്ളത് തന്നെയാണ് മറുപടി. ചില പബ്ലിക് സർവീസ് ചോദ്യങ്ങളിലൊക്കെ തെറ്റായിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വന്നതായിട്ടൊക്കെ ചിലർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ച് ശാസിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള അബദ്ധം പറയരുത് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നില്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പലതും വായിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മുണ്ടശ്ശേരി മാസ്റ്ററാണ് ഏറ്റവും കൂടുതൽ. അദ്ദേഹം പുറത്തൊക്കെ പോയി പിന്നെ പോളിടെക്നിക് എഡ്യൂക്കേഷനെ കുറിച്ച് മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതുകയും പറയുകയും ചെയ്തു. അത് നമ്മൾ പലരും മറന്നുപോയി. ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്ന് എയ്ഡഡ് മേഖലയിലുള്ള കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജാണ്.
അവർ ഒരു എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് വേണ്ടിയാണ് സമീപിച്ചത്. മുണ്ടശ്ശേരി മാഷാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസമാണ് ഭാവിയുടെ വിദ്യാഭ്യാസം, അതുകൊണ്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുമെന്ന് അവരെ ഉപദേശിച്ച് അവരെ കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിപ്പിച്ചത് മുണ്ടശ്ശേരി മാഷാണ്. അപ്പം അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷം പിന്നെ വലിയൊരു വിച്ഛേദം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു. അത് ഈ പറഞ്ഞ മറ്റ് പല പാർട്ടികളും മാറി മാറി ചിലരതിനെക്കുറിച്ചൊരു സിദ്ധാന്തം തന്നെ ഉണ്ടാക്കി. ദേശീയ പ്രാധാന്യമുള്ള പാർട്ടികൾ, കോൺഗ്രസ്, UDF ഗവൺമെൻറ് വരുമ്പോൾ കോൺഗ്രസ് വിദ്യാഭ്യാസം എടുക്കുന്നില്ല, LDF വരുമ്പോൾ CPM എടുക്കുന്നില്ല, ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച പലരും ചേർന്ന് നടത്തി. അതിൻ്റെയൊക്കെ കൂടി സ്വാധീന ഫലമായിട്ടാവാം 2006 CPIM വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൂടുതൽ ഉത്സാഹപൂർവ്വം നടത്താനുള്ള ഒരു അന്തരീക്ഷം അന്ന് രൂപപ്പെട്ടു. അന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിനെ സഹായിക്കുന്നതിന് വേണ്ടി അണിനിരന്ന് വലിയൊരു നിര ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ പരിശീലിപ്പിക്കപ്പെട്ടവരായിരുന്നു. എല്ലാ പരീക്ഷണങ്ങൾക്കും ഇത് കുറച്ചും കൂടെ തയ്യാറെടുപ്പോടുകൂടി നമ്മൾ നടപ്പാക്കിയിരുന്നെങ്കിൽ കുറെ കൂടെ വിജയിക്കുമായിരുന്നു എന്നുള്ളത് എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും നമുക്ക് പറയാൻ പറ്റും. കുറച്ചും കൂടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാറ്റങ്ങളിലേക്ക് പോകുക. ചെയ്യുമ്പോൾ നടപ്പാക്കുന്നതിനകത്ത് നേട്ടങ്ങൾക്കൊപ്പം ചില പരിമിതികളുണ്ടാവും. ആ പരിമിതികളെ പിന്നെ ചെയ്തുകൊണ്ടാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക. അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ മാറ്റത്തിന് വേണ്ടി ഇടപെടണം, ഇറങ്ങിത്തിരിക്കുമ്പം കുറേ കുറവുകളുണ്ടാവും. കുറവുകളില്ലാതെ ലോകത്ത് ഏറ്റവും മഹത്തായ കാര്യങ്ങൾ പോലും ഒരിക്കലും നിർവഹിക്കപ്പെട്ടിട്ടില്ല. എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ്. ഒരു പരീക്ഷണം ആദ്യം നടത്തുമ്പം ഒരിക്കലും വിജയിക്കാറില്ല, ഇല്ലേ? എന്തും. അപ്പം അത് വിദ്യാഭ്യാസ രംഗത്തും ബാധകമാണ്. MBA ആദ്യമായിട്ട് കാണുന്നത് 1973 മഹാരാജാസ് കോളേജ് വെച്ച്. UGC ചെയർമാൻ പ്രൊഫസർ ഗെയ്ത്തോണ്ടെ ചെയർമാനാണോ എന്ന് എനിക്കറിഞ്ഞു. ചേഞ്ച് ഇറ്റ്. UGCയുടെ എന്ന് പറഞ്ഞാൽ ചെയർമാൻ. MBA ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് എൻ്റെ കോളേജ് മഹാരാജാസ് കോളേജ് വെച്ചാണ്. 1973 UGCയുടെ പ്രൊഫസർ ഗെയ്ത്തോണ്ടെ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ എന്നെ ഏൽപ്പിച്ചിട്ട് ആ ട്രെയിനിൽ തന്നെ പോയി. 2 ദിവസം ഗെയ്ത്തോണ്ടെ കൊച്ചിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടത്തുന്നതിന് സഹായിക്കാം. 2-3 ചടങ്ങുകളുണ്ട്. വളരെ ഹ്രസ്വമായിട്ടാണ് ഇന്ന് സംസാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ MBA ആയിട്ട് പരിചയപ്പെടുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ MPhil ചേർന്നതിന് ശേഷമാണ്. ഒന്ന്, പരിഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ ഒത്തിരി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ വിവാദം ഉണ്ടാക്കുന്ന ചില രേഖകൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയിട്ടുണ്ട്. സൃഷ്ടിച്ച വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ പേര് വെക്കാതെ ഞങ്ങൾ ഒരുമിച്ച് പുസ്തകങ്ങൾ തന്നെ 9ാം പദ്ധതി ചർച്ചകൾക്കൊരാമുഖം അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു ഭാരമായിരുന്നില്ല. കുട്ടനാടിനെക്കുറിച്ച് മൊത്തം ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തെക്കുറിച്ചുണ്ടാക്കുന്നത് ഇതെല്ലാം. രണ്ടാമത്തത് എൻ്റെ എഴുത്താണ്. ഞാനിവിടെ MBA കണ്ടുമുട്ടുന്നതിന് മുമ്പ് വലിയ എഴുത്തുകാരനല്ല, വളരെ കുറച്ച് മാത്രമേ എഴുതുള്ളൂ. MBA ആദ്യം ചിന്തയിൽ എഴുതിക്കാൻ നിർബന്ധിച്ചു. ഒരു ഗുണമുണ്ടായിരുന്നത് എഴുതുന്നതൊക്കെ തിരുത്തി എന്നെ കാണിച്ചു. അങ്ങനെ അത് ലളിതമായിട്ടുള്ളൊരു ശൈലി ഉണ്ടായി. വലിയ വളച്ചുകെട്ടിലും സാഹിത്യ ഘോഷണമൊന്നും ഇല്ലാതെ ഉള്ള കാര്യം സ്ട്രൈറ്റായിട്ട് പറയുന്ന ഒരു ശൈലി. ലളിതമാണ്, വാക്കുകളുടെ ആർഭാടമില്ല. അത് പതുക്കെ രൂപപ്പെടുത്തുന്നതിൽ MBAക്ക് വലിയ പങ്കുണ്ട്. ഒരു ടേണിംഗ് പോയിന്റ് വന്നത് MBA
6 പുസ്തകങ്ങളുടെ കവർ ഒരുമിച്ചടിച്ചു എൻ്റെ പേരിലുള്ളത്. സോ കവർ അടിച്ചു വെച്ചതിന് ശേഷം അത് എഴുതാതിരിക്കാൻ നിർവാഹമില്ല. ഒരു പുസ്തകം മാത്രം ഞങ്ങൾ ഒരുമിച്ചുള്ളത്, ബാക്കിയൊക്കെ എൻ്റെ പേരിൽ. അർത്ഥശാസ്ത്രം ഹരിശ്രീ എന്ന് പറഞ്ഞൊരു പുസ്തകം. ബാക്കിയൊക്കെ ലോകബാങ്കും നാണയനിധിയും എന്നൊക്കെ പറഞ്ഞ് 6 പുസ്തകങ്ങൾ. ലോക സാമ്പത്തിക കുഴപ്പം. അപ്പം ചിലതൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയതാണ്. സോ ഇൻഫാക്റ്റ് അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാകാൻ തന്നെ ഒരു വെട്ടിലിട്ടെന്ന് പറയാം, എഴുതാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് എൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇയേഴ്സ്. ഈ പുസ്തകങ്ങളെല്ലാം റെഡിയാക്കുക, MBA തിരുത്താം. തിരുത്തുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് രീതി ഒന്ന് ഇത് ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ വാദം എന്താണ്? ഇത് ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലെങ്കിൽ എന്തിനും അലങ്കാരം. പലപ്പോഴും ഈ ഗവേഷണമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലതുമൊക്കെ വായിക്കും, അപ്പോൾ അന്വേഷിച്ച് ഒത്തിരി സമയം കളഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാം. അതൊരു ഗവേഷണത്തിൻ്റെ കുഴപ്പമാണ്. പുറത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇതെന്തിനാ, ഇത് നിങ്ങളുടെ ഒരു വാദമല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ വെക്കുന്നത്? അങ്ങനത്തെ എങ്ങനെയാണ് ഒരു ലളിതമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഫോമുലേറ്റ് ചെയ്യുക? അതിൽ തന്നെ കേരളം മണ്ണും മനുഷ്യനുമാണ് ഈ പരമ്പരയിൽപ്പെട്ടത് തന്നെയായിരുന്നു. അത് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടി. അതിൽ MB പറഞ്ഞത് ഒരുമിച്ച് ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഒറ്റ നിബന്ധനയാണ്, 10ാം ക്ലാസ് വരെ വായിച്ചാൽ മനസ്സിലാകാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് 10ാം ക്ലാസ് വരെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് അയാൾ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതിയതിന് കുഴപ്പമുണ്ടെന്നാണ്. അത് തിരുത്താണ്. സോ ഇറ്റ് വാസ് അന്നൊരു ഹിറ്റായിരുന്നു അത്. കാരണം അത്രക്ക് ലളിതമായിരുന്നു. എന്നാൽ അതേസമയം സാമ്പത്തികം മാത്രമല്ല, സാമൂഹ്യവും ചരിത്രവും ശാസ്ത്രവും എക്കോളജി ശാസ്ത്രവും എല്ലാം കൂട്ടിച്ചേർത്തുള്ള ഒരു കേരള പഠനമായിരുന്നു. പിന്നീട് ഞാനൊന്ന് റിവൈസ് ചെയ്തു. അപ്പോൾ ഈ മാനദണ്ഡമൊന്നും ഉപയോഗിക്കാം, മന്ത്രിയല്ലേ, ഈ മാനദണ്ഡമൊന്നും 10ാം ക്ലാസ് വരെ കൊണ്ട് വായിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടൊരു മോരും മുതിരയും പോലെ ഉണ്ട് ഇപ്പോൾ. ഞാൻ പിന്നീട് കൂടിച്ചേർത്ത അധ്യായങ്ങളും ആദ്യത്തെ ഗ്രന്ഥത്തിലുള്ള അധ്യായങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ഇതാണ് ഈ എന്നെ വിളിച്ചെടുത്തിട്ട് ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത്. അതിലൊരു സുഹൃത്താണ്. അക്കാലത്ത് ഞാൻ AKG സെൻറ്ററിൽ നിന്നെല്ലാം വൈകുന്നേരം കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഒരു നടത്തമാണ് CDS വരെ. അപ്പോൾ MBയുടെ വീടാണ് ഒരു ഇടത്താവളം. അപ്പം ഞാൻ ഇവിടെ നിന്ന് പാളയം മാർക്കറ്റിൽ നിന്ന് മീനും മേടിച്ചിട്ടാണ് നടക്കണം, കയ്യും മീനും പിടിച്ചിട്ടാണ്. ചേച്ചി ഇത് കയറ്റൂല. പറയും, ഞാൻ പറയും പൂച്ച. അപ്പം അവർ പറയും അല്ല, ഇത് ബ്രാഹ്മണ പൂച്ചയാണ്, മീൻ തിന്നില്ല. അത് വീടിൻ്റെ പുറത്ത് മീനും വെച്ചിട്ട് വർത്താനം പറയും. തീർത്തത് സ്ഥിരം ഒരു പതിവാണ്. അങ്ങനെ ഒരു ദിവസം MB മാത്രമുള്ളപ്പോൾ മീൻ കൊണ്ടുവന്നാലും ഞാൻ വിചാരിച്ചു അത്ര ബ്രാഹ്മണ്യം വേണ്ട, അടുക്കളയിൽ ഞാൻ തന്നെ മീനൊക്കെ അങ്ങ് പാചകം ചെയ്തു. പിന്നെ ഉണ്ടായ ബഹളം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അത് വലിയ പാണ്ഡിത്യ പരിപാടി മാത്രമല്ല. ഓൾസോ വെരി ഗ്രേറ്റ് ഫ്രണ്ട്. അപ്പം അതിൽ ഒരുപാട് ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് ഡെമോക്രസിയിലുള്ള വലിയ അടിസ്ഥാന വിശ്വാസം. ഞങ്ങളുടെ അടുത്തുള്ള നിലപാട് മുതലാളിത്തത്തിന് ജനാധിപത്യം ആവശ്യമില്ല, കമ്പോളമുണ്ട്, അത് കാര്യം കൈകാര്യം ചെയ്തു. ഇന്നെഫിഷ്യൻ്റായിട്ടൊരു തീരുമാനം എടുത്താൽ കമ്പോളം ശിക്ഷിക്കും, ഉറപ്പ്. പക്ഷേ ഈ സോഷ്യലിസത്തിൽ ഈ കമ്പോളം ഇല്ല. അങ്ങനെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടെങ്കിലേ തെറ്റുകൾ തിരുത്തപ്പെടുത്തും.
അതല്ലെങ്കിൽ ഇത് ഉറഞ്ഞും ഫേക്കായിട്ടുള്ള വിശകലനങ്ങളും തീരുമാനങ്ങളും കമ്പോളം ഇല്ല ശിക്ഷിക്കാനായിട്ട് നിങ്ങൾ തെറ്റായിട്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു മുതലാളി ഇടതുവശത്തെ കാലിലെ ഷൂസ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് വിൽക്കാൻ പറ്റില്ല, ഔട്ടായി. പക്ഷേ മറ്റേ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഇടതുവശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കറക്റ്റീവ് ഫോഴ്സ് പൊളിറ്റിക്കൽ. ആ കറക്റ്റ് ചെയ്യണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയുന്നത് തെറ്റാണ്. അതിനൊരു മഹത്വമുണ്ട്. കാരണം മനുഷ്യനാണ് വിധികർത്താവ്, കമ്പോളമല്ല. മനുഷ്യൻ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയാണ് ചെയ്യുന്നത്. ബട്ട് പൊളിറ്റിക്കൽ ഡെമോക്രസി അതിൻ്റേതായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഉയർത്തുന്നു. അങ്ങനെ എല്ലാത്തിനും ഉത്തരവൊന്നുമില്ല എങ്ങനെ പൊളിറ്റിക്കൽ ഡെമോക്രസി കൊണ്ടുവരാമെന്ന്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പൊളിറ്റിക്കൽ ഡെമോക്രസി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക തുടങ്ങിയതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നില്ല. അതിൻ്റെ രൂപത്തിലും മാറ്റം. നിങ്ങളൊരു റെവല്യൂഷണറി സിറ്റുവേഷനിൽ എടുക്കുന്ന പൊസിഷനായിരിക്കില്ല പോസ്റ്റ് റെവല്യൂഷണറി പീരീഡിൽ. ജനാധിപത്യം വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്തത് പങ്കാളിത്തം ഉണ്ടാണ് വികസനത്തിന്. അപ്പോൾ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ഉയർന്ന തലത്തിൽ തീരുമാനിക്കേണ്ടത്, അതിലെല്ലാവർക്കും പങ്കാളിയാവാൻ പറ്റത്തില്ല ബൈ ഇറ്റ്സ് നേച്ചർ. പക്ഷെ എല്ലാ തീരുമാനങ്ങളിലും മുകളിലെടുക്കേണ്ടതല്ല. ഓരോ തട്ടിനും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ തട്ടിൽ തീരുമാനിക്കും. അല്ലാതുള്ളവ മാത്രമേ മുകളിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊരു അധികാര വികേന്ദ്രീകരണ സങ്കല്പത്തിൽ പൂർണ്ണമായിട്ടുള്ള യോജിപ്പാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ പങ്കാളിത്തം, അധികാര വികേന്ദ്രീകരണം, അതിൻ്റെ നല്ലൊരു മാതൃകയാണ് സാക്ഷരത. ഇത്ര വലിയ പങ്കാളിത്തത്തോടു കൂടി ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുന്നതും അതുണ്ടാക്കിയ ആവേശം ചെറുതല്ല. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ജനകീയ ആസൂത്രണം വരുന്നത്. അതിൽ പല തരക്കാർ ജനകീയ ആസൂത്രണ പരിപാടിയിൽ പങ്കാളികളാണ്. ഒന്ന് ഇതിൻ്റെ ഒരുപാട് പരിഷത്ത് പോലുള്ള സന്നദ്ധ സംഘടനകൾ, അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിനൊക്കെ സ്കെയിലപ്പ് ചെയ്യണം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷേ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ചട്ടക്കൂട് വേണം. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയും 1/3 പണം നൽകാം. അത് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലാതെ നിങ്ങൾക്ക് താഴത്തുനിന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഡെവല്യൂഷൻ്റെ മുകളിൽ തീരുമാനിക്കപ്പെടുന്നതാണ്. സോ ബട്ട് ഇത് അന്യാദൃശ്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ജനകീയ ആസൂത്രണം. ഇതിൻ്റെ ചേരുവയിലേക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വളരെ ഒരുപാട് പേര് ഇങ്ങനെ സജീവമായി പങ്കാളികളായതുകൊണ്ടാണ് ഇത് നടത്താൻ കഴിയുന്നത്. മൂന്നാമത്തത് ഒരാശയം വോളണ്ടറിസത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നു ശമ്പളത്തിന് വേണ്ടിയിട്ട്, പക്ഷെ അത് 8 മണിക്കൂറില്ല, അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ സമയമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നത് ശമ്പളത്തിനല്ല, അങ്ങനെ കണക്ക് കൂട്ടാറുമില്ല. വീട്ടിലെ കാര്യങ്ങൾ ചെയ്തതിന് ഇത്ര രൂപ ചിലവായി, അങ്ങനെയൊക്കെ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് സ്ത്രീയുടെ പണിയെ വിലയിടാനൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു മനോഭാവം നമ്മുടെ അയലിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എത്രയോ വിലയിട്ടാൽ ചെയ്യാൻ പറ്റാത്ത കാര്യം. സാക്ഷരത അതിന് ഉദാഹരണമാണ്, ജനകീയ ആസൂത്രണം അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനമായിട്ട് സൂക്ഷ്മതല പരീക്ഷണ പ്രവർത്തനങ്ങൾ ഒത്തിരിയുണ്ട്. റിസോഴ്സ് മാപ്പിംഗ്,
ഈ സാക്ഷരത എല്ലാവരും അക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി ചെയ്യുക ആൾക്കാരെ കൊണ്ട്. സോ അന്ന് അതിന് ഭൂസാക്ഷരത ആവട്ടെ. അപ്പോൾ ഭൂസാക്ഷരത എന്ന് പറയാൻ എളുപ്പമോ, പക്ഷെ എങ്ങനെയാണിത് ഭൂസാക്ഷരതയിലേക്ക് പോണത്? അപ്പോൾ ഈ സാധാരണക്കാർക്ക് സർവേ നടത്തലല്ല, അതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം. പടത്തിൽ രേഖപ്പെടുത്തിയാൽ കണ്ടാൽ മനസ്സിലാവും. പടത്തിൽ ഓരോ സർവേ നമ്പറിലെയും കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ആൾക്കാർ കൗതുകവും, ഓ ഇതെൻ്റെ പറമ്പാണല്ലേ, ഇങ്ങനെയാണല്ലേ. അപ്പോൾ ചർച്ച ചെയ്യാം, ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ഉപകരണം കൂടി ആക്കാം. അത് ഞങ്ങൾ 12 പഞ്ചായത്തുകളിലായിട്ട് നടപ്പാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പടം ഉണ്ടാക്കി. ഇനിയിപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ആസൂത്രണത്തിൽ കഴിക്കുക. അങ്ങനെയാണ് കല്യാശ്ശേരി മാതൃക എഴുതുന്നത്. ഇതൊക്കെ ഞാൻ MB ആയിട്ട് സാധിച്ചിട്ടുള്ളത്. MB കുറിച്ചാണെങ്കിൽ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു പുതിയ സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടേ പോരത്തുള്ളൂ. ഏതിൻ്റെ? ആ, ഒരുപാട് പേരുണ്ട്. ലെറ്റ്സ് പുട്ട് ഇറ്റ് ദിസ് വേ. വിജയാനന്ദനെ പോലുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. IS ഗുലാത്തിയെ പോലുള്ള ശുദ്ധ അക്കാഡമിക്സ് ഉണ്ട്. നമ്മുടെയൊക്കെ ഒരു MB ഞാനോടൊക്കെ സംഭാവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് എക്സ്പെരിമെൻസിൽ പങ്കാളികളാണ്. പരിഷത്തിൻ്റെതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് പൊളിറ്റിക്കൽ തീരുമാനം എടുക്കുന്നത് PMS പോലുള്ള ആൾക്കാരാണ്. ഇത് വേണം, അതിപ്പോൾ താഴത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വൺസ് ദാറ്റ് ഡിസിഷൻ ഈസ് മെയ്ഡ്, പിന്നെ ഇത് എങ്ങനെ നാട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ളത് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഭയങ്കര അപാരമായിട്ടുള്ള എക്സ്പീരിയൻസാണ് കേരളത്തിൽ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ മേഖലയിലും എന്താണ് മാതൃകാ പ്രൊജക്റ്റുകൾ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ കേരളം മുഴുവൻ പഠിപ്പിക്കുകയല്ലേ. ആൾക്കാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഗ്രാമസഭകൾ ചേരുന്നു, വികസന റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, 1.5 ലക്ഷം പ്രൊജക്റ്റുകൾ എഴുതിയുണ്ടാക്കുന്നു, പദ്ധതിരേഖയാവുന്നു. ഒരു സംസ്ഥാനം മൊത്തം ഒരു 1.5 വർഷക്കാലം ഇളകി ആടിയിട്ട് അവിടെ എത്തിച്ചേരണത്. ഇത്രയും ആളുകളെ അണിനിരത്തുമ്പോഴുണ്ടല്ല, ടോട്ടൽ കുഴപ്പമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു പോകും. അത് എല്ലാവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണിത് ഉരുണ്ടുപോകുന്നത്. അത് ഈ വലിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. നല്ല കൃഷി പ്രൊജക്റ്റുകൾ എങ്ങനെ വേണം, നമുക്ക് എത്രയോ മാതൃക, പഞ്ഞിക്കുഴിയടക്കമുള്ള മാതൃകകൾ ഇരിക്കുന്നത്. ഒരു വികസന റിപ്പോർട്ട് എങ്ങനെ ചെയ്യണം, കല്യാശ്ശേരി ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു മാതൃകയുണ്ട്, അത് വലിയ തരത്തിലുള്ള വികസനം. സോ ഓൾ ഡൺ. ആ രീതിയിൽ ആ സംഭാവനയുണ്ട്. ബട്ട് വേരിയസ് ഒരുപാട് ഇത് നടപ്പാക്കുമ്പോൾ അതിനുള്ള ബ്യൂറോക്രാറ്റിക് സർക്കാർ റൂളും ചട്ടമൊക്കെ വേണമല്ലോ. അതൊക്കെ വിജയാനന്ദനെ പോലുള്ള അവരുടെ വലിയ സംഭാവനകളാണ്. അതർവൈസ് ഇറ്റ് വോണ്ട് ടേക്ക് പ്ലേസസ്. ആൻഡ് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ, ബട്ട് ഇൻറ്റിഗ്രിറ്റി ഓഫ് പ്ലാനിങ്, ഇതെങ്ങനെയാണ് ചെയ്യുക, അത് ഒരു സംശയമില്ല MBA പോലുള്ളവരുടെ വലിയ സംഭാവനയാണ്. ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആദ്യകാലത്ത് ശാസ്ത്ര വിജ്ഞാനം പരത്തുക എന്നുള്ളതായിരുന്നു, പകർന്നു കൊടുക്കുക. അതിനിപ്പോൾ അങ്ങനെ പരിഷത്തില്ലെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് എപ്പോഴും പഠിപ്പിക്കുന്ന കൂടുതൽ രസകരമാക്കാനൊക്കെ ഉള്ളൊരു സംഭാവനയുണ്ട്. ബട്ട് അങ്ങനെ ആ പഴയ ധർമ്മം അതേ തോതിൽ ഇന്നില്ല. MBA ഒക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഈ ഒരു സെമി ഫ്യൂഡൽ സൊസൈറ്റിയിൽ ഈ മോഡേൺ സയൻറ്റിഫിക് വിജ്ഞാനം തന്നെ ഒരു ഡിസ്റപ്റ്റീവ് എലമെൻ്റാണ്. സോ അതെന്നെ റോൾ. അപ്പോൾ പിന്നെ ഇപ്പം എന്ത് രണ്ടാമത്തത് ഇതിൻ്റെ ഈ വികസന മാതൃകകൾ, ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് സയൻസിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻസും ഒക്കെ ഉണ്ടാക്കലല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ കൃത്യം, അതൊക്കെ ടെക്നിക്കലായിട്ടുള്ളത്.
there's an interface between society and science. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നോളജി നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ പരിഷത്തിൻ്റെ വലിയൊരു സംഭാവന ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻ്റർഫേസ് സയൻസുമായിട്ടുള്ളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമാണ് ജനകീയ ആസൂത്രണവും കാര്യങ്ങളും മുതൽ പരിപാടി. ദെൻ മൂന്നാമത്തേത് പരിസ്ഥിതി അവബോധം കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. സോ ഈ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണ് ദാറ്റ് പരിസ്ഥിതി അവബോധം ഉണ്ടാവുക. അത് പരിഷത്തിന് തന്നെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ഇതിൻ്റെ തുടർച്ച ഞാൻ പരിഷത്ത് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട. ബട്ട് ഇതിൻ്റെ സംഭാവന ആരാണ് ഏറ്റവും കൂടുതൽ, ഏത് സംഘടന, ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ പറയും ഇത് മൂന്നും നമ്മൾ തനതായിട്ടുള്ള സംഭാവന. ഇപ്പോൾ സ്വാശ്രയ സമിതി, ന്യൂ ലിബറലിസം, ആൻറ്റി എംപീരിയലിസം ഒക്കെ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ളവരൊക്കെ എടുക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം ശാസ്ത്ര വിജ്ഞാനം പരത്തുക, വ്യാപിപ്പിക്കുക, ബദൽ മാതൃകകൾ സൃഷ്ടിക്കുക, അതിൻ്റെ സോഷ്യൽ ഇൻ്റർഫേസ് വിശദീകരിക്കുക, 3 നാടിനൊരു പുതിയ പരിസ്ഥിതി അവബോധം നൽകുക. ഇതാണ് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവന. ഇതിലാകൃഷ്ടരായിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം വന്നു. അതിനെ നിർണായക കണ്ണി MP തന്നെയാണ്. അത് മൊത്തം വിഷ്വലൈസ് ചെയ്യാനും ഇതിൻ്റെ സാധ്യത ആരായാനും പറ്റിയ ആൾക്കാരെ കണ്ടെടുത്ത് നിയോഗിക്കുന്നതിനും എല്ലാം. സോ MP-യുടെ സ്വാധീനം കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാര്യങ്ങളിലും അല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതും അതിപ്പോൾ പിന്നെ ബദലായിട്ടുള്ള ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ റീവൈവലിസ്റ്റ് ചിന്താഗതിയുള്ളവർക്കൊക്കെ രൂപം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കാണിക്കുന്നത് ഈ ഇടപെടലിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. നിശ്ചയമായിട്ട് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിലുള്ള വളരെ അഗാധമായ വിവരം വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സഹായിക്കും. ലാളിത്യം എന്ന് പറയുന്ന വിവരമില്ലായ്മ ഒന്നുണ്ടാവില്ല, വിവരത്തിൽ നിന്ന് ഉണ്ടാവുന്നത്. യു മസ്റ്റ് നോ, എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് അറിയാൻ മാത്രമേ നിങ്ങൾക്ക് ലളിതമായിട്ട് കാര്യം കോൺഫിഡൻസോട് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മണ്ടത്തരമായിരിക്കും, ലീവ് ഔട്ട്, സാരവത്തായ പലതുമൊക്കെ വിട്ട് ചെയ്യും. അപ്പം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. ഇതുപോലെ കേരളത്തിൽ 100 കണക്കിന്, 100 ആയിരക്കണക്കിന് എല്ലാ പരിഷത്തുകാരുടെയും സ്വഭാവത്തെ സ്വാധീനിക്കുന്നതിന് അതിനിപ്പോൾ MP-ക്ക് പ്രത്യേകിച്ച് സന്ദർഭവും വേദിയൊന്നും വേണമെന്നില്ല. പോണ വഴിക്ക് ആരെയും കണ്ടു കഴിഞ്ഞാൽ എടോ താനിതറിയോ, എന്താ അപ്പം താനൊന്ന് നോക്കുന്നത്, ഇതൊന്ന് ചെയ്ത് നോക്ക്, ഇതൊന്ന് എഴുതി നോക്ക്, അത് കഴിഞ്ഞ് MP അങ്ങ് പോവുകയെ MP-യുടെ പണി നോക്കി. പക്ഷേ അങ്ങനെ എവിടെ ചെന്നാലും ഒരു പരിഷത്തിന് യൂണിറ്റിൽ ചെന്നാലും അവർക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാനിട്ട് കൊടുത്തിട്ട് MP പോവാം. അപ്പോൾ MP എന്താ പറയണ്ടേ, ഓപ്പൺ മൈൻഡാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു ചോദ്യവും ഉത്തരവും ഉണ്ടാക്കി അപ്പിട്ടിട്ട് പോകും. അങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾ വട്ടുപിടിച്ച ചോദ്യങ്ങളും വട്ടനുത്തരങ്ങളും എന്നൊക്കെ പലപ്പോഴും പലർക്കും തോന്നും. പക്ഷേ അതൊക്കെ വളരെ രസകരമായ ആക്ടിവിറ്റീസിലേക്ക് നയിക്കും. അപ്പോൾ MP ഇങ്ങനെയാണ്. എൻ്റെ MP-യുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചിട്ടെങ്കിൽ MP ചെയ്ത കാര്യങ്ങളല്ല, MP-യുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേര് ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ പലപ്പോഴും ഞാനെൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു, 6 പുസ്തകത്തിൻ്റെ കവറടിച്ച് വെച്ചാൽ പിന്നെ എനിക്ക് എഴുതാതിരിക്കാൻ നിർവാഹമുണ്ട്. സോ നമ്മുടെ മേത്ത് അത്രയ്ക്ക് ഭയങ്കര പ്രഷറാണ്. കുറച്ചാൾ എൻ്റെ പഠിത്തം തന്നെ മാറ്റി വെച്ച് ഇത് എഴുതി തീർക്കാൻ വേണ്ടി നിൽക്കേണ്ടി വന്നു. ഞാൻ ലാസ്റ്റ് ആ ഗണത്തിൽപ്പെട്ടതായിരുന്നു കേരളം മണ്ണും മനുഷ്യനും. സോ ഇതുപോലെ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഞാനിതൊന്ന് പഠിച്ചത് എഴുത് എന്ന് പറഞ്ഞു പോകും. അതെ, അതിരൊന്നുമില്ല, അതിരൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഒരു യൂട്ടോപ്യൻ
എലമെൻ്റ് ഉണ്ട് എം പിയുടെ ചിന്തയിൽ. ആ യൂട്ടോപ്പിയ എന്ന് പറയുന്നത് ഇതാണ് ഈ സ്വപ്നം. ഐഡിയൽ സൊസൈറ്റി എന്തായിരിക്കണം ഉടനെ എഴുതി തുടങ്ങും. 1, 2 എല്ലാവർക്കും ഭക്ഷണം കിട്ടണം ഐഡിയൽ സൊസൈറ്റി. 2 അങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേനും ബട്ട് ദെൻ ഈ ഐഡിയൽ സൊസൈറ്റി എങ്ങനെ എത്തിച്ചേരണു എന്നൊക്കെ നിൽക്കട്ടെ, പക്ഷെ ഒരു സങ്കല്പം മുന്നോട്ട് വെക്കാം. അപ്പോൾ അത് പലർക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ, പ്രായോഗികമായിട്ട് ഇത് അന്നത്തെ തപ്പം നോക്കിയാൽ പോലെ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ എം പി ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. നോബഡി ആർക്കെങ്കിലും കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ഘടന എന്നുള്ളത്? പണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് കൃത്യം അറിയാം. എം പി പോലും കൃത്യമായിട്ട് അറിവുണ്ട് എന്നുള്ള നിലപാടില്ലായിരുന്നു. ബട്ട് യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കൃത്യത ഇന്നില്ല. സോ അതിനി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് ചർച്ച ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെയ്തുണ്ടാക്കാനേ നമുക്ക് പറ്റത്തില്ല. ആ ചെയ്തുണ്ടാക്കുന്നതൊക്കെ ഇനി വിപ്ലവം കഴിഞ്ഞിട്ടല്ല, വിപ്ലവപൂർവ്വ സമൂഹത്തിൽ തന്നെ അതിൻ്റെ നാമ്പുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ആ നാളത്തെ ലോകത്തിൻ്റെ നന്മകൾക്ക് ചെറുതായിട്ടുള്ള രൂപമെങ്കിലും നൽകാൻ പറ്റണം. ഞാനൊരു ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പ്രാർത്ഥനയുണ്ട്, അങ്ങയുടെ രാജ്യം വരയണമെന്ന്. മേ ദൈ കിങ്ഡം കം. വെച്ചാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നല്ല ആ പ്രാർത്ഥന. ഞാൻ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ക്രിസ്തുവിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ടാണ്. അതിലൊരു വലിയ വാചകമുണ്ട്, മേ ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരയണമെന്ന്. എന്നുവെച്ചാൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നല്ല, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വരണമെന്നുള്ളത്. സോ ഏതാണ്ട് അതുപോലെയാണ് നമ്മൾ സോഷ്യലിസത്തിന് വേണ്ടി വിപ്ലവത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഇന്ന് അതിൻ്റെ മാതൃകകൾ നമുക്കിവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒരു നല്ല സഹകരണ സംഘം നിശ്ചയമായിട്ടും നാളത്തെ ഭാവിയുടെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു നല്ല അയൽക്കൂട്ടം, നിങ്ങൾ ഒരു നെയ്ബർഹുഡ് ഗ്രൂപ്പ് നാളത്തെ സാഹോദര്യത്തിൻ്റെ ഒരു നല്ല മാതൃകയിലേക്കാണ്, സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും സാധാരണക്കാരന് പോലും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നാളെയുടെ സ്വപ്നങ്ങൾ നെയ്യാനുള്ള ഒരു സമീപനം വേണം. അപ്പം ഇങ്ങനെയുള്ള എം പി പറയുന്നതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അതിനോട് യോജിക്കണമെന്നില്ല. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. എനിക്ക് യോജിപ്പില്ല എം പി പറയുന്ന പല കാര്യങ്ങളോടും, പക്ഷേ ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള. അതൊക്കെ വേണ്ടി വരുമെന്ന് നമ്മളിപ്പോൾ മാർക്സിൻ്റെ സൈദ്ധാന്തിക പദ്ധതി നമ്മൾ ഇന്ത്യ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ നടപ്പായ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല, പക്ഷേ ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ച വലിയൊരു പ്രവർത്തന പരിപാടിയുടെ ഉപജ്ഞാതാവ്, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില ടെക്നിക്കുകൾ, ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ആദർശം, ഇതിനെയൊക്കെ നമുക്ക് സംയോജിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം, അനന്ത തർക്കമുള്ളത്. അതേസമയത്ത് ഗാന്ധിയൻ ചിന്തകൾ വേറെയുണ്ട് പ്രധാനപ്പെട്ടത്, അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ബട്ട് ഈ അങ്ങനെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് മാർക്സിയൻ ചിന്താഗതിക്ക് യൂറോപ്പിലുള്ളത്. സാർവജനീയമായിട്ടുള്ള എൻ്റെ ഒരു സൈദ്ധാന്തം അത് നാട്ടിലേക്ക് നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ, അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ട്. ഇവിടുത്തെ ജാതിയോട് ബന്ധപ്പെടുത്തണം, ഇവിടുത്തെ ഭാഷാ സ്ഥിതിയോട് ബന്ധപ്പെടണം, ഇവിടുത്തെ ബഹുദേശീയതയോട് ബന്ധപ്പെടുത്തണം. ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.
സേ ഇത് എവിടെയെല്ലാം ആ രീതിയിൽ പ്രാദേശിക സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ കേരളം നല്ല ഉദാഹരണമാണ്. കേരളത്തിലെ ജാതിയുടെ സ്വാധീനം, സ്ഥാനം, അതുകൊണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ളതാണ് ഇതിനുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം. അതിൽ നിന്ന് എങ്ങനെ വർഗാടിസ്ഥാനത്തിലുള്ള ഒരു ഒരു രൂപത്തിലേക്ക് മാറാം ഒക്കെ സംബന്ധിച്ച് വളരെ ഡയലക്റ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാടാണ് EMSനുള്ള. EMSൻ്റെ വാസ്തവത്തിനുള്ള ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഞാൻ കരുതാ ഇതാണ്. ഒന്ന്, ഇവിടുത്തെ പെസൻ ക്വസ്റ്റ്യനെ മലബാറിലത് വിശദീകരിച്ചു. പക്ഷെ അത് ഇവിടെ EMS ആണ് ചെയ്തെങ്കിലും വേറെ പലരും അതിന് വേണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അല്ല, ജന്മികുടിയാൻ ബന്ധം എന്ന് പറയുന്നത് റൈറ്റ് ടു വാരി സമ്പ്രദായമല്ല, ഇതാണെന്ന് പറയും, ഇതൊരാൾ പഠിച്ചാലും പറയും. പക്ഷേ EMSൻ്റെ ജാതിയെക്കുറിച്ചുള്ള വിശകലനം ദാറ്റ് ഈസ് മാർക്സിസത്തിൽ യൂണീക്കായിട്ടുള്ള ഒന്നാണ്. ജാതിയെ നിർവചിക്കുന്നതിന് അദ്ദേഹം പോയിട്ടില്ല, പക്ഷേ ജാതി അടിസ്ഥാനമുള്ള പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ വിജയം വളരെ വളരെ. സോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ പരിസ്ഥിതികളെ തള്ളിക്കളഞ്ഞു വന്നിട്ടുള്ള പ്രസ്ഥാനമല്ല. ബട്ട് ഇന്ത്യൻ പരിസ്ഥിതികളെ അല്ലെ ഇന്ത്യൻ സാഹചര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ ഇനിയും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ഇന്ന് വേരില്ലാത്തതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ശരി. വികസന മാതൃക, ഡെവലപ്മെന്റ് മോഡൽ വളരെയേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതാണ് ശരിയായ വികസന മാതൃക? ഒന്ന്, MP അതിലേക്കുന്ന ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും. മറ്റൊന്ന്, പരിഷത്ത് എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രസ്ഥാനമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വികസനത്തോടുള്ള സമീപനത്തിനെ നിർണ്ണയിക്കുന്ന കാര്യമായ സ്വാധീനം കഴിഞ്ഞു. പരിഷത്തിന് കഴിഞ്ഞിട്ടുള്ള MP-യുടെ നിർദ്ദേശങ്ങൾ. MP തന്നെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തല്ല നിന്നിട്ടുള്ളൂ. അദ്ദേഹം തന്നെ നിലപാട് ഒത്തിരി മാറിയിട്ടുണ്ട്, ഒത്തിരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ താപനിലയം വേണം. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കേരളത്തിൽ താപനിലയം വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ഇന്ന് കാഴ്ചാൽ സാഹചര്യങ്ങളാകെ മാറി. യു ക്യാൻ ബൈ ഫ്രം ദ മാർക്കറ്റ്. ഇവിടെ ഇഷ്ടമാക്കേണ്ടത് ആ പുകയൊക്കെ ഒറീസക്കാർ തന്നെ ചെയ്യട്ടെ, നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചാൽ പോയി. സോ ഒന്ന്, ഇതിൽ പല നിലപാടുകൾ മാറ്റം വരുന്നുണ്ട്. രണ്ട്, ലിമിറ്റ്സ് ടു ഗ്രോത്ത്, അതൊരു വിവാദപരമായിട്ടുള്ള വിഷയമാണ്. MP-യുടെ നിലപാടിനെ പലരും വികസന വിരുദ്ധം എന്ന് വിലയിരുത്താറുണ്ട്. കാരണം ലിമിറ്റിൽ ഊന്നുന്നതുകൊണ്ട്. അപ്പോൾ അവർ പറയാ ആഗോളമായിട്ട് ലിമിറ്റുണ്ട്, പക്ഷെ ആ ലിമിറ്റ് നമ്മൾ സ്വയം എടുക്കേണ്ടതല്ല, അമേരിക്കയാണ് വെക്കേണ്ടത്. നമ്മളെന്നിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ലിമിറ്റ് സ്വയം വെച്ചാൽ എങ്ങനെയാണ്? സോ ഈ പരിഷത്തിൻ്റെ സമീപനം എന്ന് പറയുമ്പോൾ, ഒന്ന്, ശാസ്ത്ര അടിസ്ഥാനത്തിൽ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൽ ഇടപെടാം. രണ്ട്, അങ്ങനെ പുതിയ ശാസ്ത്രവും സങ്കേതങ്ങളും ഒക്കെ സമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ ആഘാതങ്ങളെ വിലയിരുത്താം. മൂന്ന്, ഈ ശാസ്ത്ര സങ്കേതങ്ങളുടെ എല്ലാം പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ നോക്കാം. നാല്, ആ പ്രത്യാഘാതങ്ങളില്ലാത്ത ബദൽ മാതൃകകൾ കാണിക്കാം. നമുക്ക് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആ പ്രത്യാഘാതങ്ങളെ പരിശോധിക്കുമ്പോൾ തർക്കങ്ങൾ വരും. ഇത് തന്നെയാണോ പ്രത്യാഘാതം?
എങ്കിലും പരിഷത്ത് എം പി എടുത്തിട്ടുള്ളൊരു സമീപനമുണ്ട്. ഈ പാരിസ്ഥിതിക പരിഗണന കൂടിയേ തീരും. എം പി ഇവിടെ ചിന്തയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഇറക്കിയ പുസ്തകങ്ങളിലൊന്ന് വാനരിൽ നിന്ന് നരനിലേക്കുള്ള പരിണാമത്തിൽ അധ്വാനത്തിൻ്റെ പങ്കാണ്. പല കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലാണ് ഏംഗൽസിൻ്റെ വളരെ പ്രൊഫറ്റിക്കായിട്ടുള്ള പാരിസ്ഥിതിക വിശദീകരണം വരുന്നത്. ആ ഒരു ഇതിലാണ് മനുഷ്യൻ എല്ലാ ഇടപെടലുകളും അവൻ ചിന്തിക്കാത്ത പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള. സോ ഇതിനെ നമ്മൾ ഈ ഒരു പരിഗണന വേണം വികസനത്തിൽ. ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മാനിഫെസ്റ്റോയിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഒരു ഭാഗമില്ല, വരില്ല. 20 വർഷം മുമ്പ് അങ്ങനെയല്ല, ഒരു സ്ഥലത്തും കാണുന്നില്ല. അതാണ് വന്ന മാറ്റം. അപ്പോൾ ഈ ഡിഫറൻസസ് അല്ല പ്രശ്നം. ഈ അടിസ്ഥാന പരിഗണനകൾ, നീതി, സാമൂഹിക സാമ്പത്തികമുണ്ട്, പരിസ്ഥിതി, ഇത് രണ്ടും. പിന്നെ എം പി അത്യധികം വ്യാപരിച്ചെന്ന് പറയാൻ പറ്റാത്തതാണ് ജെൻഡർ നീതി എന്ന് പറയുന്നത്. സാമാന്യ പ്രസ്താവനയുടെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബട്ട് നെവർദലെസ് അദ്ദേഹം അറിയപ്പെടുക അതിൻ്റെ പേരിലല്ല, അദ്ദേഹം അറിയപ്പെടുക ഈ രണ്ട് കാര്യങ്ങളുടെ പേരിൽ. അപ്പം എന്തൊക്കെയോ ഈ എന്ത് ചെയ്യുമ്പോഴും ഒരു പാരിസ്ഥിതിക പരിഗണന കൂടിയേ തീരൂ മനുഷ്യന് എന്നുള്ളത് കേരളത്തിൽ ഇന്ന് അംഗീകരിക്കും. ആ അംഗീകാരം തരുന്നതിൽ വലിയ പങ്ക് പരിഷത്ത് എം പി ചെയ്തിട്ടുണ്ട്.